ധനിത പദ ധനി നിത മഗരി സരിഗമ റിഗമപ ഗമപദ മപദനി ഗരി നിസ സനി നിത ദവഗരി നിസ സനി നിത ദവഗ. ഒരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ലോകപ്രശസ്ത കലാകാരനാണ് എന്നോടൊപ്പമുള്ളത് ശ്രീ രാജേഷ് ചേർത്തല. നമസ്കാരം, ബഹറിലേക്ക് സ്വാഗതം. സന്തോഷം. എന്തായാലും ഇന്നലെ ഒരു പരിപാടി ആർത്ത് എന്ന് പറയേണ്ടത് ആസ്വാദക വൃന്ദത്തിലേക്ക് അലയടി ചേർന്നതിൻ്റെ അലയൊലി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എന്ത് തോന്നുന്നു ബഹറിൽ വന്നപ്പോൾ? സോപാനത്തിൻ്റെ ഒരു സ്റ്റേജ്, അത് സോപാനത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് ഇന്നലെ. അതെ അതെ അതെ. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. അത്ര വലിയൊരു ഹ്യൂജായിട്ടുള്ള എന്താ പറയുക ക്രൗഡ്, ഉഗ്രം ക്രൗഡ്. പിന്നെ എല്ലാവരും എന്താ പറയുക, സോപാനം എന്ന് പറയുന്നത് തന്നെ മ്യൂസിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ കിട്ടിയൊരു വൈബ് അടിപൊളിയാണ്. രാജേഷ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമയിൽ കാണുന്ന പല ഗാനരംഗങ്ങളുടെയും പശ്ചാത്തലങ്ങൾ ഈ ഓടക്കുഴലിൻ്റെ നാദവിസ്മയങ്ങൾ കേൾക്കുന്നത് രാജേഷിൻ്റെ ഈ ഓടക്കുഴലിലൂടെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എത്ര സിനിമയിൽ ഇപ്പോൾ ഏകദേശം എത്ര സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 150ഓളം സിനിമ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 6-7 വർഷം മുമ്പ്. അതിനുശേഷം കൃത്യം നോട്ട് ചെയ്തിട്ടില്ല. എങ്ങനെ 100-150 ആയിട്ടെന്ന് തോന്നുന്നു. നമ്മുടെ സംസാരത്തിനേക്കാളും ആളുകൾക്ക് ഇഷ്ടം താങ്കൾ ഫ്ലൂട്ട് വായിക്കുന്നത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സിനിമയുടെ സ്കോർ ഒന്നതിൽ വായിക്കാം. സാധാരണ ഇങ്ങനെ ഒരു പ്രവാസം എന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ബിജുബാലേട്ടനായിട്ടുള്ള ഫസ്റ്റ് ഫിലിം. പ്രവാസത്തിലുള്ളവരുടെ മനസ്സിലെന്നും നിലനിൽക്കുന്ന തിരികെ ഞാൻ. അതെ 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 അതെ. എന്തുകൊണ്ടാണ് അതൊന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് കയറിയില്ലേ? ഈ പ്രവാസ ലോകത്ത് എത്തിയതുകൊണ്ടാണോ അങ്ങനെ? അല്ല, നമ്മൾ പറഞ്ഞല്ലോ ഗൾഫിലൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇവിടെ വന്ന് അവരുടെ ജീവിതം കാണുമ്പോഴാണ് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഫാമിലിക്ക് വേണ്ടി ഇത്രയും ഏൺ ചെയ്യുന്നതും. എന്താ പറയുക, ആ ഒരു പെയിൻ കണ്ടിട്ടുണ്ട്. പ്രവാസ ലോകത്തിൻ്റെ എല്ലാ മേഖലകളും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇതാണല്ലോ, എന്തെങ്കിലും നമ്പർ ഇതൊക്കെയാണല്ലോ. അതാണ് പെട്ടെന്ന് ആ ഒരു പാട്ട് തന്നെ മനസ്സിലേക്ക് വന്നത്. ഇനി ഏതെങ്കിലും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മനസ്സിലെപ്പോഴും ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത്? ആ ഫീലിംഗ് ശരിക്കും ഒരിക്കലും മായാത്ത പല എഫക്റ്റുകളും. നമ്മൾ ഈ ഫ്ലൂട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണല്ലത്. നമ്മുടെ ഇതിന് പകരം വെക്കാൻ ബാക്കി ഇപ്പോൾ എല്ലാ നമ്മൾ ഹാർമോണിയം ആയാലും വയലിനായാലും എന്തിനായാലും നമുക്കൊരു പകരം ഇലക്ട്രോണിക് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഏകദേശമൊക്കെ പ്ലാസ്റ്റിക്കുകളൊക്കെ. പക്ഷെ അതിന് പകരം വെക്കാത്ത ഈ ബാമ്പു എന്നത് നാച്ചുറൽ അല്ലേ, പ്രകൃതി തന്നെയല്ലേ. അതെ അതെ. അത് ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ ഈ രംഗത്ത് പ്രവേശിക്കുന്നുണ്ട് അല്ലേ? ഇഷ്ടം പോലെ. എന്താണ് ക്ലാസിക്കലാണ് വെസ്റ്റേൺ, ഏതാണ് ഇതിലേറ്റവും ഇഷ്ടം? ഞാൻ കർണാടക ഹിന്ദുസ്ഥാനിയും പഠിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഫിലിം ട്യൂൺസ് തന്നെയാണ്. രണ്ടിനും അതിനായിട്ടുള്ള ഓഡിയൻസ് കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാനിക്കും കർണാടകയ്ക്കും കൃത്യം കേൾക്കാൻ ഓഡിയൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് കൂടുതലും ആൾക്കാരിലേക്ക് എത്തുന്നത് ഫിലിം സോങ്സ് വായിക്കുമ്പോഴാണ്. അതെ. ഒരു കാമ്പോജി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ കാമ്പോജി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം കഥകളിപ്പദമാണ്. അപ്പോൾ കഥകളിപ്പദത്തിൽ എനിക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടം കാമ്പോജി തന്നെയാണ് കൂടുതലുള്ളത്. അതൊരു കാമ്പോജിയിലൊരു ഏതെങ്കിലും
ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്? അങ്ങനെ ഇല്ല. എനിക്ക് അങ്ങനെ എല്ലാം അതിനോട് അടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അറിയാലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ആരൊക്കെയാണ് ഫാമിലിയിൽ ആരെങ്കിലും ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? ചേട്ടൻ വായിക്കുമായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. വലിച്ചൻ്റെ മോൻ. കുട്ടികളിങ്ങനെ ഇപ്പോൾ പഠിത്തത്തിൻ്റെ പുറകെ തന്നെയാണ്. അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കീബോർഡും ഗിറ്റാറൊക്കെ പഠിച്ചിരുന്നു. അതല്ലാതെ ബിജു ബാലേട്ടൻ്റെ വൈഫ് ശാന്തി ചേച്ചി ഡാൻസ് പഠിച്ചിരുന്നു. അങ്ങനെ പക്ഷെ ഇപ്പോൾ രണ്ടുപേരും എഡ്യൂക്കേഷൻ തന്നെയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. ഒരു ഫിലിം സോങ് കൂടി വെച്ചിട്ട് നമുക്ക് ആസ്വദിക്കാം. ഏത് പാട്ട് വേണം? സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ, നിൻ മൗനമോ ഭൂപാളമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർത്തന്യയായി. ധനിത പമപദനിത പമഗരി ഗമപദനി സരി മഗരി ധനിത പമഗരി ഗമപദ സരി ഗമപക്ക ധനിത പദ ധനി ഗരി നിത മഗരി സരി ഗമ രി ഗമപ ഗമപദ മപദനി ഗരി നിസ സനി നിത ദവഗരി നിസ സനി നിത ദവഗരി നിസ സനി നിത സരി ഗമപ രി ഗമപദ ഗമപദനി. ശരസാറോട് കഴിഞ്ഞൊരു സ്റ്റേജിൽ കൂടിയെന്ന വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതല്ലേ, ഇതുപോലൊരു ഫ്രീ സ്റ്റൈൽ പ്രോഗ്രാം നമ്മൾ റോട്ടറി ക്ലബിൻ്റെ ഫണ്ട് റൈസിങ് പ്രോഗ്രാമായിരുന്നു. കുറച്ച് മ്യൂസീഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു പ്രോഗ്രാം. ഇത് ഈ പാട്ട് കേട്ടപ്പോൾ സാറുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഇങ്ങനെ മനസ്സിലൂടെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ പാടുന്ന പാട്ടുകളിലൊന്നാണ്. അതെ, പാട്ടുകളിലൊന്നാണ്. സിനിമ പുറത്തിറങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് അതെ അതെ സാറിൻ്റെ പാട്ടുകളുടെ പ്രത്യേകത നമുക്കിപ്പോൾ പാടാനും വായിച്ചു വെപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ടഫ് കോമ്പോസിഷനാണ്. പക്ഷേ ഇത്ര കേട്ടാലും മതി വരാത്ത ഒരു കമ്പോസിങ്. ശരസാറിനെ സ്നേഹപൂർവ്വം ഓർക്കുക എനിക്കൊരു സമയത്ത്. അപ്പോൾ ഏഷ്യാ ബഹറിന് വേണ്ടിയിട്ട് ഈ ഒരു അല്പസമയം വളരെ തിരക്കിനിടയിലും ഇങ്ങനൊരു സമയം മാറ്റിവെച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ബഹറിലേക്ക് ഇനിയും വരണം, കൂടുതൽ പരിപാടികൾ സംബന്ധിക്കണം. എന്തായാലും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്കളുടെ അനുജനോടും നന്ദി. ഈ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് അദ്ദേഹത്തോടും. ബഹറിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അനിയനും വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതിനെല്ലാം ഒക്കെ കാരണമായ ഹരീഷ് വരനാട്, അതുപോലെ എല്ലാവരോടും നന്ദി പറയാം. താങ്ക് യു.